السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. ما شاء الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. നമുക്കിന്ന് മദ്രസയിൽ നമ്മൾ ഒരുപാട് പാട്ടുകളും ബെയ്ത്തുകളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇഹ്ദിനാ യാ റബ്ബന എന്നുള്ള പാട്ട് പഠിച്ചിട്ടില്ലേ? അതറിയാം, ഓർമ്മയുണ്ടോ? മറന്നുപോയോ? ഓർമ്മയുണ്ടോ? നമുക്കൊന്ന് ഒരുമിച്ച് ചെല്ലാം. ഇഹ്ദിനാ യാ റബ്ബന ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹാദൈതനാ റഹ്മതൻ വഹബ് ലനാ റബ്ബനാ സിദ് ഇൽമനാ നൂറനാ അത്മിം ലനാ കുല്ല ഖൈരിൻ നാതിനാ കുല്ല ശർറിൻ വഖിനാ ഹസ്സിലൻ മുറാദനാ വഖ്ലിയൻ ഹാജാതിനാ അസ്ലിഹൻ അഹ്വാലനാ നഹ്നു നദ്ഉ റബ്ബനാ. പഠിച്ചില്ലേ നമ്മള്? ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതേപോലെ ബെയ്ത്തുകളും ഒക്കെ ചെല്ലണം. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് എന്താണെന്നറിയാവോ? അൽഹംദുലില്ലാ എന്ന് തുടങ്ങുന്ന മങ്കൂസ് മൗലൂദാണ്. എന്താണ്? മങ്കൂസ് മൗലൂദ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അപ്പം എല്ലാ വീട്ടിലും എല്ലാ ദിവസവും ചെല്ലേണ്ടതാണ്. മഹാന്മാരായ മുൻഗാമികൾ നമുക്ക് എന്ത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്? എല്ലാ ദിവസവും എന്ത് ചെയ്തിട്ടുണ്ട്? മങ്കൂസ് മൗലൂദ് ഓതും. മങ്കൂസ് മൗലൂദൊക്കെ ഓതുമ്പോഴുണ്ടല്ലോ നമ്മുടെ നാട്ടിലുള്ള ബലാ മുസീബത്തുകളെയൊക്കെ തടയും. ഇത് മഹാന്മാര് നമുക്ക് പറഞ്ഞു തന്ന, വലിയ വലിയ ഉസ്താദന്മാർ നമുക്ക് പറഞ്ഞു തന്നതാണ്. ആരുടെ മദ്ഹാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹാണ് അല്ലേ? ഖുർആനിലൊരു ആയത്തുണ്ട്, എന്താണെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. നാളെ വെള്ളിയാഴ്ചയല്ലയോ? വെള്ളിയാഴ്ച രാവല്ലയോ? നാളെ എല്ലാ പള്ളിയിലെ എല്ലാ ഉസ്താദന്മാരും ചെല്ലുന്ന ഒരു ആയത്താണിത്. ഈ ആയത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുർആനിൽ പറഞ്ഞല്ലയോ? ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞിട്ടുള്ളതാ? അല്ലാഹു പറഞ്ഞിട്ടുള്ള. അപ്പൊ അള്ളാഹിന്റെ ഒരു കൽപ്പനയാണ്. അള്ളാഹു പറയുന്ന ഒരു കൽപ്പന എന്താ പറയുന്നതെന്നറിയോ? നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മലക്കുകളും, അള്ളാഹും അവൻ്റെ മലക്കുകളും യുസല്ലൂന അലൻ നബിയും, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി സ്വലാത്ത് ചെല്ലുന്നുണ്ട്. എന്താണ്? ആരൊക്കെയാ? അള്ളാഹുവും അവൻ്റെ മുഖറബീങ്ങളായ ഏറ്റവും ഉന്നതരായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ആര്? മലക്കുകൾ. അപ്പം ആ ഉന്നതരിൽ ഉന്നതരാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ പേരെന്താണ്? അഷ്റഫുൽ ഖൽഖ് എന്ന, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠത് അല്ലേ? എല്ലാത്തിലൊക്കെയാണ് ശ്രേഷ്ഠതയാണ് ആര്? ആര്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബിക്ക് അള്ളാഹും മലക്കളും സ്വലാത്ത് ചെല്ലുന്നു. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ സ്വലാത്തും സലാമും ചെല്ലണേന്നാ ഇല്ലയോ? അപ്പൊ സ്വലാത്തും സലാമും ചെല്ലാൻ വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാർ നമുക്ക് കാണിച്ചു തന്ന വലിയൊരു മാതൃകയാണ് ഏത്? മങ്കൂസ് മൗലൂദ് അല്ലേ? അപ്പൊ നമുക്കൊന്ന് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഫ്സ ഓതുക ആദ്യമായിട്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം നമ്മള്? സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി. ഓരോ പ്രവാചകന്മാരുടെ പേര് കേൾക്കും. അടുത്ത وأخرجه في آخر الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحدا. നമ്മുടെ നബിയുടെ പേരെന്ത്? മുത്തു മുഹമ്മദ് സല്ലല്ലാഹ്. നബിയുടെ ഉപ്പ അബ്ദുല്ലാഹ്, ആമിന ബീവി പൊന്നുമ്മ. നബിയുടെ ജനനം മക്കത്ത്, അവരെ വഫാത്ത് മദീനത്ത്. അള്ളാഹുവിൻ്റെ റസൂലാണ്, നേർവഴി കാട്ടിയ നബിയാണ്.
നബിയെ നാം സ്നേഹിക്കണം, നബിയെ നാം പിൻപറ്റണം, മുത്തുനബിയുടെ മാർഗത്തിൽ ജീവിച്ചാലോ സ്വർഗത്തിൽ. അല്ലേ? അപ്പൊ മുത്തുനബിയെ സ്നേഹിക്കണം, ആ മാർഗത്തിൽ പോകണം എന്നൊക്കെ പഠിച്ചില്ല. അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങുന്നത് എവിടെയാണ്? മക്കയിൽ നിന്ന്. എവിടെയാണ് തുടങ്ങുന്നത്? മക്കയിൽ നിന്ന് തുടങ്ങി. അല്ലേ? തുടങ്ങി എത്ര വർഷം അവിടെ ജീവിച്ചു? നബിക്ക് എത്രാമത്തെ വയസ്സിലാണ് നബി പ്രവാചകത്വം കിട്ടുന്നത്? 40-ാമത്തെ വയസ്സിൽ. എത്രാമത്തെ വയസ്സിലാ? അപ്പൊ 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം കിട്ടി, നബിയായി അള്ളാഹ് സ്വീകരിച്ചു. അല്ലേ? വഹി കൊടുത്തു, ജിബ്രീൽ ഇസ്ലാം വന്നു. അല്ലേ? ഹിറാ ഗുഹയിലാണ് വന്നത്. ഇന്നത്തെ ആ മലയുടെ പേരെന്താ? ജബലിൻ നൂർ എന്നാ. അല്ലേ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, പ്രവാചകനാണെന്ന് പറഞ്ഞപ്പോഴേ ആ മക്കക്കാരെല്ലാവരും കൂടെ സ്വീകരിച്ചതൊന്നുമില്ല. നബി ഒരുപാട് ബുദ്ധിമുട്ടിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച്, കല്ലെറിഞ്ഞിട്ടുണ്ട്, അതേപോലെ ഒരുപാട് അക്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. 13 വർഷം എവിടെയായിരുന്നു? മക്കയിൽ. വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചില്ല.